ലൈവിൽ ഇപ്പൊ നടന്നത് എന്താണെന്ന് ഒറ്റ വാക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും സ്ക്രീൻ സ്പേസ് നാടകം. അതാണ് നടന്നത് ലൈവിനകത്ത്. എന്റെ പൊന്നോ, ഈ ഷാരിക്കൊന്നും ഇത്രയ്ക്ക് വെളിവില്ല, ഇത്രയ്ക്ക് വിവരമില്ല. ഇവർക്ക് ഒരു ഓഡിയൻസ് സെൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർത്തിരുന്നു. എന്നുവെച്ചാൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് സെൻസ് ഇല്ലാത്ത, വിവരമില്ലാത്ത, ബോധമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് എനിക്കൊന്ന് ഇവര് മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഇവരും പിന്നെ ആ മുൻഷി രഞ്ജിത്തും രണ്ടുപേരുടെയും പേരുകൾ എടുത്ത് പറയണം. വെറുതെ നൂറയുടെ പുറകെ പോയി നൂറേനെ പ്രൊവോക്ക് ചെയ്യണം. നൂറ ആ ബെഡിൽ ഇരിക്കുകയായിരുന്നു. അനീഷ് പോയി പാത്രം കഴുകാനോ അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞ് വിളിക്കുന്നു. ഷാരിക എന്തിനാണ് അവിടെ പോയതെന്നും എന്തിനാണ് നൂറയുടെ കൂടെ ഒരു വള്ളി പിടിച്ചതെന്നും നൂറേനെ എന്തിന് വഴക്ക് പറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തിന് വഴക്ക് പറഞ്ഞു? സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇത്രയ്ക്ക് ദാരിദ്ര്യമാണോ? സ്ക്രീൻ സ്പേസിന് വേണ്ടി അങ്ങ് ദാരിദ്ര്യം പിടിച്ചങ്ങ് നടക്കുവാണ്. ഓരോ ഔട്ട്ഫിറ്റ് ഓരോ മണിക്കൂറിലും മാറി മാറി അങ്ങ് നടക്കുവാണ്. ഒരുമാതിരി കെട്ടിലമയും ചമഞ്ഞ് നൂറനെ എന്തിനു പോയി പ്രൊവോക്ക് ചെയ്തു, എന്തിനു പോയി ട്രിഗർ ചെയ്ത് വഴക്കിട്ടു എനിക്ക് മനസ്സിലായില്ല. കാര്യമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. വെറുതെ ഒരു കാര്യമില്ലാതെ പോയി പ്രൊവോക്ക് ചെയ്യുകയാണ്. ഇവർ എക്സ് കണ്ടസ്റ്റന്റ് ആണെന്നുള്ള ഒരു മിനിമം ബോധം വേണ്ടേ? ഒരു ഷാരിക നിന്നങ്ങ് പ്രസംഗിക്കുകയാണ്, ഞാൻ ഹോട്ട് സീറ്റ് ഷാരികയല്ല, ഞാൻ റിയൽ ഷാരികയാണ്, ഇവളോടൊക്കെ ഞാൻ കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് വേണ്ടിയ പ്രേക്ഷകർ എന്നോട് ചോദിക്കും. പ്രേക്ഷകർ എന്ത് ചോദിക്കും? ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. പ്രേക്ഷകർക്ക് ഇതിനാണോ പണി? ഷാരികയോട് പോയി ചോദിക്കും എന്തുകൊണ്ട് നൂറയുടെ കൂടെ വഴക്കിട്ടില്ലെന്ന് പ്രേക്ഷകർ ചോദിക്കുമോ ഷാരികയുടെ അടുത്ത്? അല്ല, പ്രേക്ഷകർക്ക് ഇതാണോ പണി? എനിക്കറിയാൻ മേലാതെ ചോദിക്കുകയാണ്. ടോപ്പ് 5 ആരൊക്കെ വരും എന്നുള്ള രൂക്ഷമായ ഡിസ്കഷൻസ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് പോയി വെറുതെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സ്ക്രീൻ സ്പേസ് നാടകം അത്രേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല. പിന്നെ അസൂയയുണ്ട് കുറച്ചൊക്കെ. നൂറ് എന്ത് ചെയ്തിട്ടാണ് ടോപ്പ് 7 നിൽക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഓർത്തുള്ള ഓരോ അസൂയ, ജലസി, ഇതൊക്കെയാണ് സംഭവങ്ങള്. നമ്മള് ഈ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കാര്യമാണ്. അസൂയ പൂണ്ട് ഇങ്ങനെ അങ്ങ് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ എക്സ് കണ്ടസ്റ്റൻസ്. വെറുപ്പിച്ച് കൈ തന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. വെറുപ്പിച്ചങ്ങ് കൈ തരികയാണ്. അതും ഷൈറ്റി ഇതിനിടയ്ക്ക് വരുന്നുണ്ട്, ബിൻസി വരുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തിന്റെ കേടാണ്? മാറിയിരുന്ന് കണ്ടൂടെ? നൂറനെ വെറുതെ പോയി വഴക്കുണ്ടാക്കുകയാണ്. നൂറ എന്നിട്ട് ട്രിഗർ ആവുന്നുണ്ട്. നൂറ ഓഫ് കോഴ്സ് ട്രിഗർ ആവും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ ട്രിഗർ ആവും. എന്താണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നുള്ളതുകൊണ്ട് എനിക്ക് അങ്ങ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്താണ് പറഞ്ഞതെന്ന്. അത്രയ്ക്ക് റിലവന്റ് ആയിട്ടുള്ള ഒരു വഴക്കായിരുന്നു. ഈ ഷാരിക വഴക്കിട്ടത് കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? എല്ലാം പ്രേക്ഷകർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇവര് പോയി അവിടെ വെറുതെ കിടന്ന് വള്ളി പിടിച്ച് കോമഡി പീസ് ആവുക എന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല. അപ്പൊ പരമാവധി ചിരിച്ച് സംസാരിച്ച് അവിടെ എല്ലാവരെയും വെൽവിഷ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അതിനാണ് ഇങ്ങനെ കിടന്ന് വഴക്കിടുന്നത്. ഒരു കാര്യമില്ല. സ്ക്രീൻ സ്പേസ് നാടകം.